ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നതിൻ്റെ മാതൃക നമുക്ക് തിരുവചനങ്ങളിലൂടെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ രാജാവായിരുന്ന യഹോഷഫാത്ത്, അദ്ദേഹം നമുക്ക് വലിയൊരു മാതൃകയാണ്. യഹോഷഫാത്തിനെ നേരിടാൻ വേണ്ടി 3 രാജാക്കന്മാർ വന്നു. യഹോഷഫാത്ത് ശരിക്കും നിസ്സഹായനായി. പക്ഷെ ആ സമയത്ത് പ്രത്യാശ കൈവിടാതെ അദ്ദേഹം ചെയ്ത ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഉടനെ ദേവാലയത്തിലേക്ക് പോയി, എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു. നമുക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഓടിച്ചെല്ലാൻ പറ്റുന്ന ഇടം ദേവാലയമാണ്, കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ്. മനുഷ്യരുടെ ഇടയിലേക്ക് ഓടിച്ചെന്നാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ആശ്വാസം കിട്ടത്തുള്ളൂ. പക്ഷേ 100% നമ്മളെ ഒരു പ്രശ്നത്തിൽ നിന്ന് ആശ്വസിപ്പിക്കാൻ പറ്റുന്നത് ദൈവമാണ്. അപ്പം ഒരു പ്രശ്നത്തിൽ ദൈവത്തിൻ്റെ പക്കലേക്ക് ഓടിച്ചെല്ലാൻ നമുക്ക് ശ്രമിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും